TM സിദ്ദീഖ് സഖാവ് പൊന്നാനിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന M സക്കീർ സഖാവ് ഇന്നലെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായിരുന്നു. പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഓൾമോസ്റ്റ് സക്കീർക്ക് ആവാനാണ് സാധ്യത കൂടുതലെന്നാണ് എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ വിവാദങ്ങളിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടെന്നുള്ള ചോദ്യത്തിന് മൂപ്പര് മറുപടി പറഞ്ഞ എന്താ വെച്ചാൽ അതൊക്കെ ഫേക്കുകളാന്നാ പറഞ്ഞത്. എന്നാ സക്കീർക്ക് അറിയാൻ വേണ്ടി പറയാം, അതൊന്നും ഫേക്കുകളല്ല, അത് പൊന്നാനിയുടെ ഹൃദയമിടിപ്പ് പറയുന്ന ഇടതുപക്ഷ പ്രവർത്തകരാണ്. സക്കീർക്ക് മനസ്സിലാക്കണം, പാർട്ടി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത്ര പ്രതികാര മനോഭാവത്തോടെ വഖഫ് ബോർഡ് ചെയർമാനും PSCയുടെ മുൻ ചെയർമാനൊക്കെ ആയിരുന്ന സക്കീർ ഖാനെ വീണ്ടും പരിഗണിക്കുന്നതെന്ന് മനസ്സിലാവും. ആരോടാണ് പാർട്ടിക്ക് ഇത്ര പ്രതികാരം? പൊന്നാനിയിലെ ഇടതുപക്ഷക്കാരോടാ. ജയിക്കാൻ ആഗ്രഹിച്ച് കാണുന്നുണ്ട് പാർട്ടി, ജയിക്കാനാണെന്നുണ്ടെങ്കിൽ സക്കീർക്കല്ല നല്ല സ്ഥാനാർത്ഥി എന്നുള്ളത് പൊന്നാനിയിലുള്ള ഏതൊരു ഇടതുപക്ഷ പ്രവർത്തകനും UDFന്റെ പ്രവർത്തകനോട് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് സക്കീർ ഖാനെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നത്? കാശങ്ങ് കണ്ടു കഴിഞ്ഞാല് പിന്നെ പാർട്ടിയിലെ നേതാക്കന്മാരുമില്ല ഇവർക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ചെറിയ പേടിയുണ്ടായിരുന്നു, കത്തിയും വടിവാളും ഉണ്ടായിരുന്നു ഇവര് മറ്റേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഇപ്പൊ അതും ഇല്ല തോന്നുന്നുണ്ട്. ഇപ്പൊ ജനങ്ങളൊക്കെ പുറത്തിറങ്ങി പ്രതികരിക്കൽ തുടങ്ങി. പണ്ടൊന്നും ഇങ്ങനെ CPM ആരും അങ്ങനെ പ്രതികരിച്ചിരുന്നില്ല. അവിടെ നല്ല പൊട്ടിത്തെറി എടുക്കുന്നുണ്ട്, പക്ഷെ എന്താ പേടിയാണ് ജനങ്ങൾക്ക്. വടിവാളും കത്തിയും മറ്റേതായിട്ട് അവിടെ പുറകിലുണ്ടാവും, എടഞ്ഞ കൊത്തും വന്നിട്ട്. ഇപ്പൊ സുധാകരൻ കണ്ടില്ലേ, സുധാകരൻ CCTV അടക്കം വെച്ചിരിക്കുന്നത്. ജീവനെ പോയിട്ട് തന്നെയാണ്, ഒരു ഇതുമില്ല, മിണ്ടാൻ പറ്റൂല, ഉണ്ട് കഴിഞ്ഞാല് തല പോവും. ആ ഒരു പ്രവണതയാണ് CPMല്. ഇപ്പൊ കണ്ടോ, കണ്ണൂരൊക്കെ ആരാണ് സ്ഥാനാർത്ഥി? കൊലക്കേസിലെ പ്രതിയാണ് സ്ഥാനാർത്ഥി കണ്ണൂരില്. അതൊന്നും ആർക്കൊരു പ്രശ്നമില്ല. ഏതോ ഫസലോ ഏതൊരു SDPI ആരോ കൊന്ന കേസിലെ പ്രതിനെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. അതാണ് CPM എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ പൊന്നാനിയിൽ ചേരി തിരിഞ്ഞ് ഓഫീസ് ആക്രമിക്കണു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ആണ്. പേയ്മെന്റ് സീറ്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇത്ര സീറ്റാണെന്നുണ്ടെങ്കിലും ഓല് കൊടുക്കും. അത് ഉറച്ച സീറ്റ് അവിടെ ജയിപ്പിച്ചെടുക്കാൻ ഓർക്ക് കഴിയും. കാരണം ജനങ്ങൾ ഇതാണ് മാറ്റി കുത്തൂലല്ലോ, തലട് പോവും. അതാണ് CPMന്റെ അവസ്ഥ. പേടിച്ചിട്ടാണ് ജനങ്ങൾ പൈലോ നിൽക്കുന്നത്. സത്യം കണ്ടില്ലേ, ഓഫീസ് തച്ചു പൊളിച്ചു. ഒരു ചേരി തിരിഞ്ഞിട്ടെ തമ്മിലാട്ടി അത്രേ. ഒരു SFI CPM പ്രവർത്തകന്റെ ഇതാണ് ഇപ്പം നമ്മളീ കേട്ടത്. എന്തൊക്കെ അത് എന്നിട്ട് പോലും മറ്റോലും അങ്ങനെ കളിയാക്കാൻ നടക്കുക.